സ്വയം പരിചയപ്പെടുത്തലായിരുന്നു. മുമ്പ് ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ അജ്മൽ സാറിനെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. മറ്റുള്ളവരൊന്നും പരിചയമില്ല, അന്ന് പരിചയപ്പെട്ടു. അസീസ് സാറ്, യാസർ ഖാൻ, അതുപോലെ ബഷീർ ഖാൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ പിന്നെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു, അങ്ങനെ അറിയായിരുന്നു. പാട്ടും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരിട്ട് ഇന്നാണ് കാണുന്നത്, വളരെ സന്തോഷം. പിന്നെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് നമ്മളെ സീറ്റിലിരുന്നിട്ട് മനസ്സിൽ ഒരുപാട് പറയണം എന്നുണ്ടാവും. ഇങ്ങനെ ഒരു സ്റ്റേജിൻ്റെ മുന്നിൽ കയറി നിന്നുകൊണ്ട് 4 ആൾ നമ്മളെ മുഖത്തേക്ക് നോക്കുമ്പോൾ എന്താണ് പറയാൻ വന്നത് ഫുള്ളും ചോർന്നു പോവും. അങ്ങനെയുള്ളൊരവസ്ഥയാണ്. അപ്പോൾ ഇങ്ങനെ കഴിഞ്ഞ ക്ലാസ്സിൽ മൂസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പണ്ടൊക്കെ ആളുകൾ പ്രസംഗിച്ച് പഠിച്ചിരുന്നത് വാഴത്തോട്ടത്തിൽ പോയിട്ടായിരുന്നു, വാഴകളെ നോക്കിയിട്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു സ്ഥാപനം നമുക്ക് ഇവിടെ തുറന്നിട്ട് തന്നിരിക്കുന്നത് ഒരു മടിയും കൂടാതെ, ഒരു ചമ്മലും കൂടാതെ. ആദ്യം ചമ്മൽ മാറ്റുക എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന് വരുമ്പോൾ തീരുമാനിച്ചതായിരുന്നു, ഞാൻ എല്ലാവരും പറയണത് കേട്ടിരിക്കുകയേ ചെയ്യുള്ളൂ, ഞാൻ സ്റ്റേജിൽ കയറൂല വിചാരിച്ചതായിരുന്നു. പക്ഷേ എനിക്ക് ഇവിടെ കയറാനുള്ള ഊർജ്ജം തന്നത് മൂസക്കയാണ്. മൂസക്ക പറഞ്ഞു, ഞങ്ങളും ഇങ്ങനെ തന്നെ വന്നതാണ്, ധൈര്യമായിട്ട് പോയിട്ട് സ്റ്റേജിൽ കയറിക്കോ. ആ ഒരു ആത്മവിശ്വാസം വളരെ പോസിറ്റീവ് എനർജി കിട്ടി. അങ്ങനെ ഈ ക്ലാസ് എങ്ങനെ അവരുടെ മുന്നിലൊക്കെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ളൊരു പേടിയായിരുന്നു വീട്ടിലെത്തോളം. അന്ന് സത്യം പറയുകയാണെങ്കിൽ അന്നത്തെ ക്ലാസ് കഴിഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല, രാത്രി ഫുള്ള് ഭയങ്കര ടെൻഷൻ. അപ്പോൾ വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞ വോയിസൊക്കെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് സാർ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ വോയിസ് ദയവ് ചെയ്ത് യൂട്യൂബിലേക്ക് ഇടല്ലേ, അത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്ന് സെറ്റ് ആയതിനു ശേഷം ഇട്ടാൽ മതി. അപ്പോൾ ഫൈസൽക്ക് എന്നോട് പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഇഞ്ച് പേടിച്ച് ഓടിയാൽ ഓടിക്കൊണ്ടേയിരിക്കും, എനിക്കൊരു സ്ഥലത്ത് നിൽക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. നമ്മളെ ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന പ്രശ്നം നമുക്ക് ശാന്തമായിട്ട് വരും. അപ്പോൾ അതുവരെ എനിക്കുണ്ടായിരുന്ന പ്രശ്നം ഇവിടെ വന്ന് ഇവരെ മുന്നിലൊക്കെ നിന്ന് പ്രസംഗിക്കേണ്ടതെന്നായിരുന്നു. അപ്പോൾ അതിനേക്കാൾ വലിയൊരു പ്രശ്നം വന്നപ്പോൾ ഈ ഒരു മൈൻഡ് കുറച്ച് എനിക്കൊരാശ്വാസം കിട്ടി. അതുകൊണ്ട് അങ്ങനെ അടുത്ത ക്ലാസ്സിൽ വരാൻ തീരുമാനിച്ചു. ഇപ്പോൾ ആ ക്ലാസ്സിൽ വന്നതിന് ശേഷം എങ്ങനെയാണ് ഒരു സ്റ്റേജിൽ നമ്മൾ നിൽക്കേണ്ടത്, എവിടേക്കാണ് നമ്മൾ കണ്ണുകൾ ചലിക്കേണ്ടത്, എങ്ങനെയാണ് നമ്മളെ കൈകൾ ഒരു മൈക്കയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ തുടങ്ങി പ്രസംഗത്തിൻ്റെ എല്ലാ വശങ്ങളും ഇവിടെ നിന്നാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ തന്നെ പരിചയപ്പെടൽ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും സ്വാഗത പ്രസംഗം ചെയ്തു. ഞാനും തരക്കേടില്ലാത്ത രീതിയിൽ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനുള്ളൊരു പേടി മാത്രമേ മാറിയിട്ടുള്ളൂ. വിഷയത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ച് പരിശീലിക്കുക തന്നെ വേണം. അപ്പോൾ തുടർന്നുള്ള ക്ലാസ്സുകൾ എല്ലാവർക്കും, നമ്മൾ ഓരോരുത്തരും ഓരോ മേഖലകളിൽ നിന്ന് വരുന്നവരാണ്. അവരുടെയൊക്കെ മേഖലകളിൽ അവർക്ക് ഉയർച്ച കിട്ടണമെന്ന് ആഗ്രഹിച്ച് വരുന്നവരാണ്. അപ്പോൾ എല്ലാവരുടെയും ഉദ്ദേശം ഒന്ന് തന്നെയാണ്, നമ്മളെ മൈൻഡിനെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കുക, അതിനെ മെച്ചപ്പെടുത്തുക. നമുക്ക് വരുന്ന അവസരങ്ങൾ നമ്മൾ മാക്സിമം മറ്റുള്ളവരെ വിഷമിപ്പിക്കാത്ത രീതിയിൽ നമുക്ക് പെരുമാറാനും ഇടപഴകാനും സാധിക്കുക. വലിയൊരു പ്രഭാഷകനാകാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരാഗ്രഹത്തിന്, അങ്ങനെയുള്ളവരും വരുന്നുണ്ടാവും. പല ആഗ്രഹങ്ങൾ വെച്ച് വരുന്നവരായിരിക്കും അവരവർ. ചില ആളുകൾ രാഷ്ട്രീയക്കാരായിരിക്കും, അജ്മൽ സാറിൻ്റെ പോലെ അധ്യാപകരായിരിക്കും, മുജീബ് ഖാൻ്റെ പോലെ ഡ്രൈവർ. അങ്ങനെ ഏത് മേഖലകളിലാണെങ്കിലും നമുക്ക് സംസാരിക്കേണ്ട ഒരു ഇടം വരും. ഞാനാണെങ്കിലും സ്കൂളിലൊക്കെ മീറ്റിംഗ് നടക്കുന്ന സമയങ്ങളിൽ നസീമ ഒരാശംസ പറഞ്ഞാൽ ഉള്ളിലോട്ട് പിൻവലിയുന്നൊരു സ്വഭാവമായിരുന്നു. ഇപ്പം എനിക്ക് അങ്ങനെ പോകാൻ അവസരം കിട്ടില്ല. അപ്പോൾ ഞാനൊരു ജോലിക്ക് പോകുന്ന കാരണം ഇങ്ങനൊരു അവസരം കിട്ടിയോന്ന് നോക്കായിരുന്നു എന്ന് എനിക്ക് ഒരു ധൈര്യം, അങ്ങനെ ചെറുതായിട്ടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കാനുള്ള ധൈര്യം എനിക്ക് വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ഞാൻ പോയിട്ട് എന്നെ വിളിച്ചിട്ട് ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ഒരു സ്വാതന്ത്ര്യദിനമാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും അതിലൊക്കെ ഒന്ന് സംസാരിക്കാനുള്ള ധൈര്യം, അത് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ 2 ക്ലാസ്സിൽ വന്നപ്പോൾ എനിക്ക് കിട്ടിയത്. ഇനി തുടർന്നുള്ള പരിശീലനം കൊണ്ട് മാത്രമാണ് മുമ്പോട്ട് എത്താൻ സാധിക്കുള്ളൂ. നമ്മൾ വീട്ടിലൊക്കെ നിന്നിട്ട് നമ്മൾ പ്രസംഗിക്കാനൊക്കെ നിന്നാൽ നമ്മളെ കളിയാക്കാനും പാട്ട് പാടാൻ കളിയാക്കാനും ഒരുപാട് ആളുകളുണ്ടാവും. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ പഠിക്കാനായിട്ട് വരുന്ന, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കുടുംബം എല്ലാവരും കുട്ടികളെ പോലെയാണ്. ഒരാളെ കളിയാക്കാനോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനല്ല.
അപ്പോൾ എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ ഇവിടെ നിന്ന് പൂർത്തീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു.